ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ പ്ലാന്റിന് മദർ ഇൻ ലോ ടങ്ക് എന്നും പേരുണ്ട്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, എയർ പ്യൂരിഫയർ പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ബെനിഫിറ്റ്സിനെയൊക്കെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കാണുക ഫ്രണ്ട്സ്. എൻ്റെ കയ്യിലുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷനാണിത്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ബെഡ്റൂംസിലും ഹോളിലും എല്ലാം ഈ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ പ്ലാന്റ് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും വേലികളുടെ സൈഡുകളിലും ഒക്കെ ഒരുപാട് കണ്ടിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. അന്നൊന്നും ഇത്രയും ഗുണങ്ങൾ ഈ പ്ലാന്റിന് ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നില്ല. നൈറ്റ് ടൈമിലാണ് ഇത് ഒരുപാട് ഓക്സിജൻ ഈ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്കിത് ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് ബെഡ്റൂം പ്ലാന്റ് എന്ന് തന്നെ പേര് വരാൻ കാരണം. AC റൂമിലൊക്കെ ഇത് വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചെടി മിക്ക നഴ്സറികളിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ 2 ലീഫ് വരുന്ന ചെറിയൊരു പോർഷന് തന്നെ ഇപ്പോൾ നഴ്സറികളിൽ 200-300 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഓൺലൈനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയും വാങ്ങി നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. 2-3 വെറൈറ്റികളിൽ ഈ പ്ലാന്റ് ഉണ്ട്. ഗ്രീൻ കളർ ലീഫോട് കൂടിയ പ്ലാന്റും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് സൈഡിൽ വരുന്ന പ്ലാന്റും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഇത്രയും ഹൈറ്റിലുള്ള ലീഫ് അല്ലാതെ ചെറിയ ലീഫോട് കൂടിയ സ്നേക്ക് പ്ലാന്റുമുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. നടിൽ മിശ്രിതമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് മണലും കോക്കോപീറ്റും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നന്നായിട്ട് ഗ്രോ ആകുന്നുണ്ട്. അതുപോലെ തന്നെ നന കൊടുക്കുമ്പോൾ ഇൻഡോറിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കോക്കോപീറ്റ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് ചട്ടിയിൽ ഈർപ്പം നിലനിൽക്കും. അതുകൊണ്ട് പോട്ടിൻ്റെ ഈർപ്പം നോക്കി മാത്രം നമ്മൾ ഇൻഡോറിൽ വെച്ചിരിക്കുവാണെങ്കിൽ വെള്ളം കൊടുത്താൽ മതി. നിങ്ങൾ ഔട്ട്ഡോറിലൊക്കെയാണ് ഈ ചെടി ഇരിക്കുന്നതെങ്കിൽ സമ്മർ സീസണിൽ 2 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കുക. വളം കൊടുക്കുമ്പോൾ ഞാൻ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റിനൊന്നും രാസവളം കൊടുക്കാറില്ല, ജൈവവളമാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് എല്ലാ മാസവും ഇതിന് വെർമി കമ്പോസ്റ്റ് ഈ പോട്ടിലെ മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നേരിയ തോതിൽ വെർമി കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഗ്രോ ആകുന്നുണ്ട്. ഇൻഡോറിലിരിക്കുന്ന പ്ലാന്റ് രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഞാൻ ജൈവവളം മാത്രമേ ഇൻഡോറിലിരിക്കുന്ന പ്ലാന്റിനൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ പുതിയ ചെടി എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ വെച്ചിരിക്കുന്ന പോട്ടിൽ ഒരുപാട് ചെനപ്പുകൾ, അത് ഒരുപാട് വേരിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ഇതേപോലെ അടർത്തി മാറ്റിയിട്ട് പുതിയ ഒരു പോട്ട്, ചെറിയ പോട്ടിലോ അല്ലെങ്കിൽ കവറിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ പുതിയ ചെടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തന്നെ അത് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. പുതിയ ചെടി അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. അതല്ലാതെ വേറൊരു മെത്തേഡുണ്ട്, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ ചെടി നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേപോലൊരു പോട്ട് എടുക്കുക. പോട്ടിൽ ഞാൻ നടിൽ മിശ്രിതമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മണലും കോക്കോപീറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താണ് നടിൽ മിശ്രിതമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നനച്ചും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചെടിയുടെ മൂപ്പെത്തിയ ലീഫ് നമ്മൾ എടുക്കുക. അതൊന്നായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ചെടിയുടെ മൂപ്പെത്തിയ ലീഫ് തന്നെ ഒന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പീസ് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. ഏകദേശം ഈ വലുപ്പത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഈ പോട്ടിൽ നട്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ലീഫ് തന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു 5-6 പീസൊക്കെ നമുക്ക് കിട്ടും. ഇതേപോലെ കുറച്ച് പീസൊക്കെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ നട്ടു കൊടുക്കുക. ഇതേപോലെ കട്ടിങ്സ് എല്ലാം പോട്ടിൽ നട്ടിട്ട് നമ്മൾ ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക. ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. വേര് പിടിച്ചതിന് ശേഷം ഒന്ന് സൺലൈറ്റിൽ വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ നമുക്കിത് പോട്ടിലും നിലത്തും ഇതേപോലെ നട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നിലത്താണെങ്കിൽ കുറച്ച് ഈർപ്പം കിട്ടുന്ന സ്ഥലം നോക്കി, കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലം നോക്കി നട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് വളർത്തിയെടുക്കാം. പോട്ടിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇതിനകത്തുനിന്ന് വേര് പിടിച്ച് പുതിയ മുള പൊട്ടി വരും. അതുപോലെ തന്നെ ഇത് മഴ സീസണിൽ ഒരുപാട് ഗ്രോത്ത് ഈ ചെടി കാണിക്കുന്നുണ്ട്. ഈ മെത്തേഡിൽ ഉപയോഗിച്ചും നമുക്ക് പുതിയ ചെടി എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. ഇതെൻ്റെ ഗാർഡൻ്റെ ഒരു കോർണറിലാണ് ഇരിക്കുന്നത്.
ഇതിൻ്റെ ഒരു 2-3 ലീഫുള്ള ഒരു തൈയായിരുന്നു വെച്ച് കൊടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് ഗ്രോ ആയിട്ടുണ്ട്. ഒരുപാട് അതിൻ്റെ വേരിൽ നിന്ന് തന്നെ ഒരുപാട് തൈകളൊക്കെ വന്ന് നന്നായിട്ട് ഗ്രോ ആയിട്ടുണ്ട്. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ചെടി വെച്ചിരിക്കുന്നത്. 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാനിതിന് വെള്ളം കൊടുക്കുന്നത്. ജൈവവളമാണ് യൂസ് ചെയ്യുന്നത്. ഇതും നന്നായിട്ട് ഗ്രോ ആയിട്ടുണ്ട്. ഈ ചെടിക്ക് വളരെ ചെറിയ കെയർ കൊടുത്താൽ മതി, നന്നായിട്ട് ഗ്രോ ആയിക്കോളും. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ ഈ ചെടി കാണുകയാണെങ്കിൽ അത് കളക്ട് ചെയ്ത് വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക. ഔട്ട്ഡോറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തും വെച്ച് പിടിപ്പിക്കാം. ഇൻഡോറിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. നൈറ്റ് ടൈമിൽ ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ചെടിയാണിത്. അതുകൊണ്ട് ബെഡ്റൂമിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. മിക്ക നഴ്സറികളിലും ഇപ്പോൾ ഈ ചെടി അവൈലബിൾ ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. അങ്ങനെയും നമുക്ക് വാങ്ങി ഈ ചെടി വളർത്താം. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണിത്. അതിലുപരി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ്. നാസ വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ്. അതുകൊണ്ട് നിങ്ങളും ഈ ചെടി വളർത്താൻ ട്രൈ ചെയ്യുക ഫ്രണ്ട്സ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.